നമ്മളന്ന് മലപ്പുറത്തേക്ക് പോവുകയാണ്. അവിടെ MSP സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. അധ്യാപികയുടെ കാർ സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഇടിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് പരാതി. വിദ്യാർത്ഥിനിയുടെ കാലിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നു. അനഘ മുരളി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അനഘ, എന്താണ് വിവരങ്ങൾ? രജനി, മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രതിഷേധം നടക്കുകയാണ്. ഏതാണ്ട് 9:45 ഇവർക്ക് ക്ലാസ് ആരംഭിക്കുന്നതാണ്. പക്ഷേ ഈ കുട്ടികളെല്ലാം തന്നെ ക്ലാസ്സിൽ കയറാൻ കൂട്ടാക്കാതെ ഇങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിൽ പ്രതിഷേധം നടക്കുകയാണ്. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് ഈ സ്കൂളിലെ അധ്യാപികയായിട്ടുള്ള ബീഗം എന്ന ടീച്ചറുടെ കാറിടിച്ച് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള മിർഷയ്ക്ക് പരിക്കേൽക്കുന്നു. ഈ കുട്ടിയുടെ കാലിന് പലയിടങ്ങളിലായിട്ട് പൊട്ടലുണ്ട്. 3 ഇടങ്ങളിലായിട്ട് കമ്പി ഇട്ടിരിക്കുകയാണ് ഈ കാലിൽ. പക്ഷേ ഈ അപകടം നടന്നതിന് ശേഷം വിദ്യാർത്ഥിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിലടക്കം കാലതാമസം ഉണ്ടായി എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതുപോലെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷവും സ്കൂളിന്റെ മതിലിടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്, അല്ലാതെ അധ്യാപികയുടെ കാർ തട്ടിയതാണെന്ന് പറയരുതെന്ന് വിദ്യാർത്ഥിയോട് പറഞ്ഞു എന്നും പറയുന്നു. ഇപ്പോൾ നമ്മൾക്കൊപ്പം ആ സമയത്ത് ഈ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന സഹപാഠികൾ തന്നെ ചേരുന്നുണ്ട്. അവളെ അന്ന് എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കാനു പെട്ടെന്ന് അതിന് വന്നോളെ വണ്ടി കൊണ്ടുപോയത്. നമുക്ക് ഒന്ന് കണ്ണടച്ച് ഓർക്കുമ്പോൾ മുമ്പ് ഓളോളെ വണ്ടി കൊണ്ടുപോയി. നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മളപ്പോൾ ഷോക്കായി നിൽക്കുന്ന സമയമല്ലേ. പിന്നെ എല്ലാവരും പാടി വന്നുകാണ്ട് അവളെ എടുത്ത് കൊണ്ടുപോയി അവിടെ ബെഞ്ചുമ്മ കടത്തി. പിന്നെ ആംബുലൻസ് വരാൻ കുറച്ച് നേരം വൈകിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ സഹകരണ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയി ആക്കിയപ്പോൾ അവിടെ പറഞ്ഞത് കാലുമക്ക് മതിൽ വീണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവര് അത് വലിയ ഇതാക്കിയിട്ടില്ല. പിന്നെ എന്നെ പറയാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ യൂണിഫോം ഇട്ടുകാണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കരുത് പറഞ്ഞാണ്ട് എന്നെ ഹോസ്പിറ്റലിന്റെ പുറത്തേ, അതായത് ആ വാർഡിൽ നിൽക്കരുത് പറഞ്ഞാണ്ട് പുറത്ത് നിർത്തിക്കായിരുന്നു. അതിനുണ്ട് ഇവിടുന്ന് 3 കുട്ടികളെ ഓട്ടോറിക്ഷ പിടിച്ചാണ്ട് വന്നില്ല അങ്ങോട്ട്. അപ്പോൾ ഇവർ ഇതന്നെയാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളോട് വണ്ടി ഇടിച്ചതാണെന്ന് പറയരുതെന്ന് പറഞ്ഞല്ലേ? അങ്ങനെയല്ല, പറയാൻ സമ്മതിക്കണില്ല. അപ്പത്തിന് അവർ പറയും ഇത് ഹോസ്പിറ്റലിലോട് ഇടും. പിന്നെ എക്സ് എടുക്കാൻ തന്നെ കുറെ നേരം വൈകിട്ടാണ് അവർ എടുത്തത്. പിന്നെ ഈ ഇടിച്ച ടീച്ചറൊരു അനിയുണ്ട്, ഡോക്ടർ. അതാണ് അവിടെയാണ് ഒരു സ്റ്റോറി ചെയ്തത്. അവിടെ ടീച്ചറിന്റെ ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദറിനെ വെച്ച് ഓല് കളിച്ചതാണ്. ഈ വണ്ടി ഇടിച്ച ബീഗൻ ടീച്ചറിന്റെ ബ്രദർ അവിടെ ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാതെ കേസായി പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് ഇവള് മൈനറും ആണല്ലോ, ആ പ്രശ്നം വരുന്ന കരുതിച്ച് ഇവള് അവിടെ ടീച്ചേഴ്സ് കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇവള് കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഉള്ള ഇവളെ ഏത് നിയമത്തിലാണുള്ളത്? ഹോസ്പിറ്റലില് യൂണിഫോം ഇട്ട് നിൽക്കാൻ പറ്റൂലെന്ന്, പോലീസ് സ്റ്റേഷനിൽ ഗേൾസിന് നിൽക്കാൻ പറ്റൂല എന്നറിയാം. 6 മണിക്ക് ശേഷം ഓക്കെ, ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റൂല, നീ എവിടെ പറയണത്? അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവളെ അവിടുന്ന് പറഞ്ഞേക്ക് അവര് ചെയ്തത്. ഞങ്ങൾ പോയില്ല, കാരണം പിന്നെ എന്റെ പാരന്റ്സിനെ വിളിച്ചപ്പോൾ അവർ വന്നപ്പോൾ പിന്നെ ഇവർ അധികം പറയാൻ നിന്നില്ല. കാരണം അവർക്ക് അവിടെ പറയാൻ വോയിസ് ഇല്ല, പാരന്റ്സ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഓളെ ഓൾക്ക് 2 പൊട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പോൾ ഓള് പുറത്തേക്ക് ഇറങ്ങി ഓളെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഓൾക്ക് ഓരോ പാരന്റ്സിന് സഹകരണം നിർത്തുന്നതിന് വലിയ താല്പര്യമില്ലേനു. അപ്പോൾ ഒരവിടുന്ന് ഹോസ്പിറ്റലിൽ മാറ്റുന്ന അപ്പോഴേ പറഞ്ഞു. പക്ഷെ ഹോസ്പിറ്റലിൽ മാറ്റി KPM എത്തിയപ്പോഴാണ് ഇവർ അറിയണത് 3 പൊട്ടുണ്ട്. പിന്നെ തള്ളവരിൽ തലച്ചോർക്ക് പോകുന്ന ഒരു നരമ്പിന് ശതം. ആദ്യം കേസ് ഉണ്ടാക്കരുത് എന്നാണ്, ഞങ്ങളൊക്കെ ചെയ്യാം, എല്ലാം നോക്കാം, കേസ് കൊടുക്കരുത് എന്നാണ്ട് ഒപ്പിടാൻ പറഞ്ഞു. പക്ഷെ ഇവരത് ഒപ്പിട്ടിട്ടില്ല. എന്നിട്ട് അതുപോലെ ടീച്ചർ ഇവക്കുള്ള കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കാൻ പറഞ്ഞു. കോമ്പൻസേഷൻ കൊടുത്തു കഴിഞ്ഞ് ഇവക്ക് ഇൻഷുറൻസ് ഉണ്ടാവുമല്ലോ, മൈനർ ആണല്ലോ. അപ്പൊ ഇൻഷുറൻസ് കിട്ടി കഴിഞ്ഞാൽ ആ പൈസ ടീച്ചർക്ക് തന്നെ തിരിച്ചു വേണമെന്നാണ് ടീച്ചർ ആവശ്യപ്പെടുന്നത്. ലാസ്റ്റിക്കാണ് അവരത് പറഞ്ഞത്. ഫസ്റ്റ് ഒന്നും അങ്ങനെയല്ല. ഫസ്റ്റ് അവർ പറഞ്ഞു ഫുള്ള് പൈസ കൊടുക്കാന്ന്. കാരണം അവർ വിചാരിച്ച് 2 പൊട്ടുള്ളൂ, അതിന് പ്ലേറ്റ് ഇടാം, ജസ്റ്റ് അത്രക്ക് ആവില്ല എന്ന് അവർ വിചാരിച്ചത്. പിന്നെ അത് KPM എത്തിയപ്പോഴാണ് അത് നരമ്പിനൊക്കെ ക്ഷതം ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് സർജറി ചെയ്തില്ലെങ്കിൽ എന്തെയും കാലിന്റെ ചലനം. ഇതാണ് രജനി ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. അതായത് ഈ അപകടം കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് ഉണ്ടാകുന്നത്. ഇത് ഉണ്ടായതിനു ശേഷം ഈ കുട്ടിയെ ആംബുലൻസ് എത്തുന്നതിലടക്കം കാലതാമസം ഉണ്ടായി. ഈ സ്കൂളിനകത്തെ ഒരു ബെഞ്ചിൽ കുട്ടിയെ കിടത്തിയിരിക്കുകയായിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ, ആദ്യം പെരിന്തൽമണ്ണയിലെ ഒരു ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ എത്തിച്ചതിന് ശേഷവും ഇവരോട് ആവശ്യപ്പെടുകയായിരുന്നു, അതായത് ഇത്തരത്തിൽ വാഹനം തട്ടിയതാണെന്ന് പറയരുത്, അതോടൊപ്പം തന്നെ കേസ് കൊടുക്കരുതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ അധ്യാപിക ഇവരോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. സ്കൂൾ അധികൃതരോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനായി സാധിച്ചിരുന്നോ? അവരെന്താണ്, സ്കൂളിന്റെ വേർഷൻ എന്താണ് ഈ വിഷയത്തിൽ? ഇതിപ്പോൾ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ ഈ MSP സ്കൂൾ അധികൃതർ എന്താണ് പറയുന്നത്?
അതാണ് രജനി, നമുക്ക് ഇവിടെ എത്തിയപ്പോൾ ഈ അധ്യാപകര് ഈ വിദ്യാർത്ഥികളുമായിട്ടുമൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ കുട്ടി അടക്കമുള്ള വിദ്യാർത്ഥികളുമായിട്ട് ഈ അധ്യാപകർ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ ഒന്നും തന്നെ അവരെ അനുവദിച്ചിട്ടില്ല. പക്ഷെ അവർ പറയുന്നത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി, പക്ഷെ അത് ഏത് തരത്തിലുള്ള ചികിത്സ അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഏറ്റെടുക്കാൻ സ്കൂള് തയ്യാറാണ് എന്നാണ് അധ്യാപകർ പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോഴും ഫോൺ കട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് ഇതുവരെ സ്കൂൾ തയ്യാറായി. ഈ അപകടം പറ്റിയ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ, രക്ഷിതാക്കളായാലും ഒക്കെ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോയിട്ടുണ്ടോ? ഇപ്പൊ ഈ സ്കൂളിൽ വന്ന് ഈ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കാനുള്ള ഇടയായ സാഹചര്യം എന്താണ്? മഴയാണ്, മാറി നിന്നുള്ളൂ അവിടെ നിന്നാണ്. അത് രജനി, അധ്യാപികക്കെതിരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം കേസ് എടുക്കരുത് എന്നായിരുന്നു. പക്ഷേ അധ്യാപികക്കെതിരെ ഇപ്പോൾ ഈ കുടുംബം കേസ് കൊടുത്തിട്ടുണ്ട്. മലപ്പുറം പോലീസ് ഇത് സംബന്ധിച്ച് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് MSP സ്കൂളിൽ നിന്നുള്ളതാണ്. സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് അധ്യാപികയുടെ കാർ ഇടിച്ച് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റതാണ്. പക്ഷേ ആ സാഹചര്യം അതൊരു കേസാകാതിരിക്കാനും ഏത് തരത്തിൽ ഒതുക്കാനൊക്കെ ശ്രമിച്ചു എന്നുള്ളതാണ്. കുട്ടികളാണ് അപ്പോൾ അവർ ആ മഴയത്താണ് അവരുടെ പ്രതിഷേധവുമായി കുട്ടികളാണ് അവിടെ പോയി പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അനഘ മുരളിയാണ് പുതിയ അപ്ഡേറ്റ്. നമുക്ക് അവിടുന്ന് വരുമ്പോൾ ഈ വാർത്തയിലേക്ക് തിരിച്ച് വരാമെന്ന് കരുതുകയാണ്. തങ്ങൾക്ക് നേരിട്ട അനുഭവം എന്താ, ആശുപത്രിയിൽ പോലും നിൽക്കാൻ പോലും സമ്മതിച്ചില്ല എന്നടക്കം ഈ പരിക്കേറ്റ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥിനി അടക്കം ഇപ്പോൾ പറയുന്നു.